Good afternoon. Good afternoon. PDF കാണാമോ? Okay. കുറച്ച് കഴിയുമ്പോൾ വിസിബിൾ ആവും കേട്ടോ. ഇത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നതോ. നെറ്റ് ഇഷ്യൂ അല്ലാതെ ഫയൽ ഓപ്പൺ ആവുന്നില്ല, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നെറ്റിന്റെ ഇല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ആവും, നോക്കാം. പേജ് നമ്പർ, നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി എടുക്കട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ സെക്കൻഡ് പേജ്. സിക്സ്റ്റി. കാണാമോ PDF? Okay. Good afternoon to all. Disaster management and the need for disaster management plan in hospitals.
ഇല്ലേ? തുടങ്ങിയല്ലോ. കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞാണല്ലോ. മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് വരെ പറഞ്ഞു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്? ഒരു പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്കറിയാം അല്ലേ, അതായത് പ്രത്യേകിച്ച് മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് അല്ലെങ്കിൽ ഓവർഫ്ലോ, പേഷ്യൻസിന്റെ ഓവർഫ്ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റിസോഴ്സുകളോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ ഒന്നും ഇല്ലാതെ നമുക്കത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നമ്മൾ എന്താണ്, ഹോസ്പിറ്റൽസിൽ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡിസാസ്റ്റേഴ്സ് ആൻഡ് മാസ് കാഷ്വാലിറ്റീസ് ക്യാൻ ലീഡ് ടു ഗ്രേറ്റ് കൺഫ്യൂഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഇൻ ഹോസ്പിറ്റൽസ്. നമുക്ക് ഇത്ര ആൾക്കാർ വന്നു കഴിയുമ്പോൾ അത്ര പേഷ്യൻസിനെ ഒരേ സമയം മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ, കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. They can overwhelm the hospital resources, staff, space, or supplies. Lack of any tangible plan to fall back upon in times of disaster leads to situation where there are many sources of command, many leaders, and no united effort to solve this problem. Therefore, it is necessary that all hospital emergency plans have the primary feature of defining the command structure in their hospital and extrapolate into disaster scenarios with well-defined job definitions once the disaster button is pushed. Okay. അപ്പൊ നമ്മള് എന്തിനു വേണ്ടിയിട്ട് ഡിസാസ്റ്ററിന്റെ സമയത്ത് നമ്മള് ആവശ്യത്തിനുള്ള റിസോഴ്സസും സ്റ്റാഫുകളും സപ്ലൈസസും ഇതെല്ലാം അവൈലബിൾ ആവണമെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ അതിനൊരു സോഴ്സും അതിനൊരു പ്ലാനിങ്ങും തയ്യാറാക്കണം. പ്രത്യേകമായിട്ടൊരു കമാൻഡ് ആവശ്യമാണ് അല്ലെ, അതായത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറെ വ്യക്തികൾ അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. അതായത് ഇത്തരത്തിലെ ഇൻസിഡൻസ് നടക്കുമ്പോൾ ഈ ഇൻസിഡൻസിനെ മാനേജ് ചെയ്യാനായിട്ട്, കമാൻഡ് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഒരേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എമർജൻസി പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം, ഒരു ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ പ്രൈമറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മാത്രമല്ല എന്താണ്, ഇത്തരത്തില് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് ആ പ്ലാൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം മതിയോ. ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻ അതിലെന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എന്തൊക്കെ സ്റ്റാഫുകൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പെർഫോം ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പ്ലാൻ ആയിരിക്കും അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഡിസാസ്റ്റർ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ആ ഡിസാസ്റ്റർ ബട്ടൺ ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്താൽ മാത്രം മതി അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഏത് തരം എമർജൻസി സിറ്റുവേഷൻ വന്നാലും ഓൾറെഡി ഹോസ്പിറ്റലിൽ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഹോസ്പിറ്റൽസ് നിർബന്ധമായിട്ട് എന്ത് കരുതിയിരിക്കണം, ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ തയ്യാറാക്കിയിരിക്കണം കേട്ടോ. പേജ് നമ്പർ നിങ്ങളുടെ 60 ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന്റെ ആവശ്യകത എന്താണെന്നാണ് അല്ലെ. അതായത് ആ സിറ്റുവേഷൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, ഇത്തരത്തിലൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു എമർജൻസി പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ എമർജൻസി പ്ലാനിൽ എന്തായിരിക്കും ഉൾപ്പെടുന്നത്, ഡിസാസ്റ്റർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, മാത്രമല്ല ഓരോ സ്റ്റാഫുകളും എന്തൊക്കെ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യണം, അവരുടെ ടാസ്കുകൾ എന്താണ്, അതിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. നമ്മൾ അതാണ് ഇനി പഠിക്കാൻ പോകുക കേട്ടോ. നെക്സ്റ്റ് നോക്കുന്നത് ഫേസ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന് പ്രധാനമായും നമ്മുടെ ഈ പ്ലാൻ പ്രകാരം 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഓക്കെ, പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. നിങ്ങളുടെ ടെക്സ്റ്റില് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ ടെക്സ്റ്റില്? 3ാമത്തെ ആ ഒരു പോയിന്റില് ഇല്ല, ഞാൻ പറഞ്ഞാണ് അത് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു
ദുരന്തം ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ അതിനെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ അതിനെ തരംതിരിക്കുന്നത്. ഒന്ന് പ്രീ ഡിസാസ്റ്റർ ഫേസ്. എന്തായിരിക്കും പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? Evaluate risk and training people before a disaster hits. ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് റിസ്ക് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാഫുകൾക്ക് എന്താണ് പ്രത്യേകമായിട്ട് ഒരു ട്രെയിനിങ്സ് കൊടുത്ത് പരിശീലിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണത് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഏത് തരം ഡിസാസ്റ്റർ ആണോ അതിന്റെ റിസ്ക് ഇവാലുവേറ്റ് ചെയ്ത് അതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്ന ഘട്ടമാണിത് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തം നടക്കുന്ന സമയം അല്ല, ദുരന്ത ഘട്ടമാണ് അല്ലെ. എന്താണ്? ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഇസ് ഡെവലപ്പിംഗ്. ഒരു ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫേസ് ആണെന്ത് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്തായിരിക്കും? അപ്പോ പോസ്റ്റ് ഡിസാസ്റ്റർ ആഫ്റ്റർ ദ ഡിസാസ്റ്റർ അല്ലെ. എന്താണ്? ദ പീരീഡ് ആഫ്റ്റർ. വേണി നോട്ട് ചെയ്തോളൂ കേട്ടോ. ആഫ്റ്റർ ഡിസാസ്റ്റർ എന്ന് അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന പോയിന്റ് എഴുതിയാലും മതി. ഓക്കെ, the period after a disaster has occurred. ഇത്രേ ഉള്ളൂ, അത്ര എഴുതിയാൽ മതി കേട്ടോ. The period after a disaster has occurred. ആ ഒരു ദുരന്തത്തിന് ശേഷമുള്ള ഒരു സമയമാണ്, ആ ശേഷമുള്ള ഒരു ഘട്ടമാണ് ഇത് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്ററിന്റെ 3 ഘട്ടങ്ങളുണ്ട്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഓരോ ഘട്ടങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പ്രീ ഡിസാസ്റ്റർ ഫേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ അവിടെ പ്രിപ്പയർഡ് ആവുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ആ ഒരു ഡിസാസ്റ്ററുമായിട്ട് നമ്മൾ ഇടപെടാൻ പോകുന്നതിന് മുൻപ് പ്രിപ്പയർഡ് ആവേണ്ട കുറെ കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്ലാനിങ്, പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, first one എന്താണ്? പ്ലാനിങ്. Most of the evaluation and planning is performed in the pre-disaster phase. The hospital plans are prepared. പ്രീ ഡിസാസ്റ്റർ ഫേസിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കുക അല്ലെ. അതായത് ആ ഡിസാസ്റ്ററിന്റെ കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് അത് എന്ത് തരം ഡിസാസ്റ്റർ ആണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിലെങ്ങനെ പെർഫോം ചെയ്യണം. ഇവിടെ ശരിക്കും പറഞ്ഞ കുറെ ഡ്യൂട്ടീസും അവർ ഓരോ സ്റ്റാഫുകൾ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് ഈ പ്ലാനിങ്ങിൽ നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ ആസൂത്രണം തയ്യാറാക്കുക, പ്ലാനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിനുശേഷം ആ ഒരു പ്ലാനിങ്ങിന് ശേഷം അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എന്തായിരിക്കും അത്? The hospital disaster plan has to be written down in a document form and copies of the same have to be available in all the areas of the hospital. Yes, എന്താണ് പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എന്ന് പറയുന്നത്? എന്തായിരിക്കും അത്? നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു മാനുവൽ ആയിരിക്കും അല്ലെ. ഒരു മാനുവൽ ഡോക്യുമെന്റ് ആക്കി മാറ്റിയതിനു ശേഷം ഇത് എന്ത് ചെയ്യുന്നു? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഇത് സെൻഡ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ എല്ലാ ഏരിയാസിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡിസാസ്റ്റർ മാനുവൽ, റിട്ടേൺ ഡിസാസ്റ്റർ മാനുവലിന്റെ കോപ്പീസ് എല്ലാവർക്കും കൊടുക്കുന്നു. എന്തായിരിക്കും റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ ഉണ്ടായിരിക്കുക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? ഡിസാസ്റ്ററിൽ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസും ടാസ്കുകളായിരിക്കും അതിലുണ്ടായിരിക്കും. അപ്പൊ ഓരോ ഏരിയാസിലും ആരൊക്കെ എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉൾപ്പെടെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പ്രീ ഡിസാസ്റ്റർ ഫേസസിൽ അടുത്ത ഘട്ടം, അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? അത് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കി അതിന്റെ കോപ്പീസ് എല്ലാ ഹോസ്പിറ്റൽ എല്ലാ ഏരിയാസിലേക്കും സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ്. യെസ്, ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡിസാസ്റ്ററിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ടവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുക. It is very necessary for the staff to know about, get trained in using the hospital disaster or emergency manual. Regular staff training by April should be performed in this ways.
the disaster plan get ready. The next stage would be the education and training of the staff of the hospital about plans and specific role of each staff member in an event of a disaster. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓരോ സ്റ്റാഫുകൾക്കും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഡ്രിൽസ് കൊടുക്കുക അല്ലെ, ഡെമോൺസ്ട്രേഷൻ എന്ന പോലെ. അതാണ് ഇവർ ആദ്യം അവിടെ ചെയ്യുന്നത്. അതായത് ഒരു ദുരന്തഘട്ടം ഉണ്ടാവുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എങ്ങനെ അവർ പെർഫോം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു, ട്രെയിനിങ്സ് കൊടുക്കണം, പരിശീലനം കൊടുക്കുന്നു. അതായത് ഓരോ റോൾസ്, ഇപ്പോൾ ആ ഡിസാസ്റ്റർ മാനുവലിൽ ഓരോരുത്തരുടെ റോളുകൾ കൊടുത്തിട്ടുണ്ടാവും. അതേ റോളുകൾ എന്താണ് അവരിവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ചെയ്ത് പഠിക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊരു സിറ്റുവേഷൻ ആണ് ഓരോ സ്റ്റാഫുകൾക്കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി most of existing categories of health staff are needed to play a major role in the disaster management. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ മേജർ കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ എന്താണ് മേജർ ആയിട്ടുള്ള റോൾസ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണോ അവിടെ ശരിക്കും സിറ്റുവേഷനിൽ അവർ പെർഫോം ചെയ്യുന്നത്, അത് തന്നെ ഒരു ട്രെയിനിങ്ങിൽ ആ ഒരു സെക്ഷനിലും അതേപോലെ തന്നെ ആ റോളുകൾ കൈകാര്യം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം അവർക്ക്. Then all of them require to be ready for the necessary managerial and technical skill for the effective and systematic management of the disasters. അപ്പോൾ എല്ലാ സ്റ്റാഫുകളെയും സംബന്ധിച്ചിടത്തോളം എന്താണ് ജസ്റ്റ് ഒരു ഡ്യൂട്ടീസ് മാത്രം കൈകാര്യം ചെയ്യാനുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസ് കൂടി അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രില്ല് കൊടുക്കും. അതായത് സാങ്കല്പികമായിട്ടുള്ള ഒരു ഡ്രില്ല്. നമ്മൾ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ തന്നെ എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് സാങ്കല്പികമായിട്ട്, അതായത് ആ സിറ്റുവേഷൻ റിയൽ അല്ല എങ്കിലും നമ്മൾ റിയൽ എന്ന പോലെ പെർഫോം ചെയ്യുന്നത് പോലെ സ്റ്റാഫുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കും, അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ശരിക്കും അഭിനയിക്കുന്നത് പോലെ തന്നെ. ഓക്കെ, അങ്ങനെ ഒരു ഡ്രില്ല് കൊടുത്തതിന് ശേഷം ഈ ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഓരോരുത്തരും എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നവരെ റിയൽ ആയിട്ട് അവിടെ പെർഫോം ചെയ്യും. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു രീതിയിലാണ് അവർക്ക് നമ്മളവിടെ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഹൈപ്പോത്തറ്റിക്കൽ ഡ്രിൽ എന്നൊരു ഭാഗം ഒന്ന് നോക്കി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. യെസ്, a hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. An effective disaster drill has to be realistic, interactive, and moderately stressful for the participants. Okay, so ഈ ഡ്രില്ല് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവരത് തയ്യാറാക്കുന്നത്. അതായത് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് കൊടുത്തതിന് ശേഷം എന്താണ് അതിൽ എങ്ങനെ ഒരു പെർഫോം ചെയ്യും എന്നുള്ള കാര്യമാണ് അവർക്കുള്ള പരിശീലനത്തിൽ കൊടുക്കുന്നത്. നമ്മളിപ്പോ മിലിറ്ററി ഫോഴ്സിലൊക്കെ കണ്ടിട്ടില്ലേ, മിലിറ്ററിയിലൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് സൈനികർക്ക് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള റിയൽ ലൈഫ് പോലെ അത് കൊടുക്കുക. റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് എന്താണ് ആ രീതിയിൽ നമ്മൾ പരിശീലനങ്ങൾ കൊടുക്കും. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ എന്ന് പറയുന്നത്. സാങ്കല്പികമായിട്ടുള്ള ഡ്രിൽസ് ആണ്. ഓക്കെ, പരിശീലനത്തിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ ഇവര് പെർഫോം ചെയ്യുമ്പോൾ എന്താണ് പരസ്പരം മറ്റ് സ്റ്റാഫുകളുമായിട്ട് ഇത് ഇന്ററാക്ട് ചെയ്യും അല്ലെ, അതായത് റിയൽ ആയിട്ട് ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കാൻ അല്ലെ, റിയൽ ആയിട്ട് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് സ്റ്റാഫുകളുമായിട്ട് ഇന്ററാക്ഷൻ, ആ ഒരു സ്ട്രെസ്ഫുൾ കറക്റ്റ് സിറ്റുവേഷൻ അവർക്ക് അവിടെ ആ പരിശീലനത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എങ്കിൽ മാത്രമേ അവർക്ക് റിയൽ ആയിട്ടൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ആ ഒരു ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മോക്ക് ഡ്രിൽസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, the objective of mock drill is to access the emergency preparedness plan of the organization, scrutinize standard operating procedures so that concerned person would perform their duties in an effective manner while keeping in a cognizance of life and property. ഇനി എന്താണ് ഈ മോക്ക് ഡ്രില്ലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോക്ക് ഡ്രില്ല് ഈ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത്? ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഡ്രിൽസ് സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല എന്തൊക്കെ ഡ്യൂട്ടീസ് അവർക്ക് കൈകാര്യം ചെയ്യണം, ഏത് രീതിയിൽ പെർഫോം ചെയ്യണം അല്ലെ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനെ ആ ഒരു സമയത്ത് ആശ്രയിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ മോക്ക് ഡ്രിൽസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, മാത്രമല്ല
കൃത്യമായ ഒരു സ്കിൽസ് ആൻഡ് നോളജ് അവർക്ക് കിട്ടുന്നുണ്ട്. ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ഒരു അവയർനെസ് കൂടി സ്റ്റാഫുകൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. യെസ്, പ്രീ ഡിസാസ്റ്റർ ഫേസിലെ ഫസ്റ്റ് പ്രോസസ് എന്താണ്? അത് പ്ലാൻ ചെയ്യുക എന്നതാണ് അല്ലെ. റിസ്കുകൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിന് ബന്ധപ്പെട്ട പ്ലാൻ തയ്യാറാക്കുക. ഒരു ഡിസാസ്റ്റർ റിട്ടേൺ മാനുവൽ തയ്യാറാക്കിയതിനു ശേഷം അതിന്റെ എല്ലാ കോപ്പീസും ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയസിലും വിതരണം ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താണ്, ഓരോ സ്റ്റാഫുകൾക്കും എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാർക്ക് വേണ്ട മോക്ക് ഡ്രിൽസുകൾ കൊടുക്കുക. നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള എല്ലാത്തരം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഡിസാസ്റ്റർ ഫേസിന്റെ പ്രധാന പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? യെസ്. അപ്പോൾ ഈ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാലേ ഒരു എമർജൻസിയില് പല ആൾക്കാരും പല അപകടങ്ങൾ പറ്റിയായിരിക്കും വരുന്നത് അല്ലെ. നിസ്സാരമായ കേസുകൾ ഉണ്ടാവാം, കുറച്ച് ക്രിട്ടിക്കൽ ഉണ്ടാവാം, കോംപ്ലിക്കേറ്റഡ് ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള കേസസിലുള്ള പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഓരോ ഘട്ടത്തിൽ വരുന്ന പേഷ്യൻസിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് ഓരോ സ്റ്റാഫുകൾ പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് വിഭാഗമാണ് ഇവിടെ പറയുന്നത്. ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ് എന്താണ്, ഈ സ്റ്റാഫുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള കൈകാര്യം ചെയ്യാനായിട്ട് അവർ പ്രിപ്പയർഡ് ആവണം, ഏതൊക്കെ രീതിയിൽ, അതായത് ഓരോന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് വൺ എന്താണ്? ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡിബ്രൈസ്. ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡിബ്രൈസ്. എന്താണ് ഡിബ്രൈസ് എന്ന് പറയുന്നത്? ഫോളിംഗ് ഡിബ്രൈസ് എന്ന് പറയുന്നത്, ഇപ്പൊ ചില ആൾക്കാര് ചിലപ്പോ ഇപ്പൊ കേക്സ് ഒക്കെ സംഭവിച്ച ശേഷം ഇപ്പോ എന്താ ബിൽഡിങ്സ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ശരീരത്തിലേക്ക് വീണ ആൾക്കാരുണ്ടാവൂലേ, അങ്ങനെ എന്തെങ്കിലും അപകടം പറ്റിയുള്ള അവർക്കൊക്കെ എന്നാൽ വേറെ രീതിയിലുള്ള കെയർ ആയിരിക്കും കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകമായ ഒരു പരിശീലനം നമ്മുടെ സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് എന്തെങ്കിലും വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും അവർക്ക് ഫലപ്രദമായിട്ട് അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ ഉള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഈ സ്റ്റാഫുകൾക്ക് സാധിക്കണം. ഓക്കെ, യെസ്. ബിൽഡിങ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മനസ്സിലായോ? അവരുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും കഠിനമായ എന്തെങ്കിലും ആഘാതത്തിൽ സംഭവിച്ച സിറ്റുവേഷൻസിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഏത് രീതിയിലുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി സ്റ്റാഫുകൾക്ക് വ്യക്തമായ രീതിയിൽ നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കും. ഓക്കെ, ദെൻ പ്രൊമോട്ട് റെസ്ക്യൂ ഓഫ് ദ വുഡഡ്. നെക്സ്റ്റ് എന്താണ്? അടുത്ത ഏത് രീതിയിലുള്ള പരിശീലനങ്ങളാണ്? പ്രൊമോട്ട് റെസ്ക്യൂ ഓഫ് ദ വുഡഡ് എന്ന് പറഞ്ഞാല് പരിക്കേറ്റവരെ അല്ലെ, പ്രധാനമായി പരിക്കേറ്റവർ ഏത് രീതിയിലാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്? പരിക്കേറ്റവർ എന്ത് ചെയ്യണം? ഉടനടി തന്നെ നമ്മൾ രക്ഷപ്പെടുത്തുക, പ്രോംപ്റ്റ് ആയിട്ട് തന്നെ അവരെ പരിക്കേറ്റ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുക. അങ്ങനെ അത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ആ മോക്ക് ഡ്രിൽസിന്റെ സമയത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനനുസരിച്ചിട്ട് എന്താണ്, വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇതിലേക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പേജിൽ കയറിയിട്ട് ഇവിടെ എന്തായി വന്ന് കിടക്കുന്നേ? കോമഡി ഡബ് എന്ന് പറഞ്ഞു എടുക്കുന്നത് ആരെങ്കിലും അയച്ചതാണോ നിങ്ങള്? സ്റ്റുഡൻസ് നിങ്ങൾ ആരെങ്കിലും അയച്ചതാണോ ഈ കോമഡി ഡബ് എന്ന് പറയുന്ന സാധനം? അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ജസ്റ്റ് ഒരു കമന്റ് പോലെ ഒരു കമന്റ് ബോക്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ ആരെങ്കിലും ആണോ? കോമഡി ഡബ് എന്ന് പറഞ്ഞ് പ്ലിങ് എന്ന് പറഞ്ഞൊരു സ്മൈലും പിന്നെ കുറച്ച് എന്തൊക്കെയോ അയച്ചിട്ടുണ്ട്. ഓക്കെ, ആരാണെന്നറിയില്ല. യെസ്, കാണുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, നിങ്ങളല്ല കേട്ടോ. യെസ്, എന്താണ്? പരിക്കേറ്റവർ ഉടൻ തന്നെ രക്ഷപ്പെടുത്തുക. അടുത്തത് എന്താണ്? ട്രയേജ് ഓഫ് ദ വുഡഡ്. ട്രയേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ട്രയേജ് എന്താണ്? ട്രയേജ് എന്താണ്? പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യണം അല്ലെ. സിവിയറിറ്റി നോക്കിയിട്ട് പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യണം, ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്താ ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലും നമ്മൾ എന്താണ് ട്രയേജ് ചെയ്യാനായിട്ട് സ്റ്റാഫുകളെ നമ്മൾ പ്രാപ്തമാക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുക്കുക. Then resuscitation and first aid for injured victims.
resuscitation and first aid for injured victims. എന്താണ് പരിക്കേറ്റവർക്ക് പുനരുജ്ജീവനം അതേപോലെ തന്നെ എന്താണ് പ്രഥമ ശുശ്രൂഷയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ്സ് കൊടുക്കും. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ടുള്ള അവരെ പ്രിപ്പയർഡ് ആക്കുക. എത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ preposition of relief supplies. Prepositioning of relief supplies, surgical equipment, essential medicines and blankets. എന്താ പറയുന്നത്? റിലീഫ് സപ്ലൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതലുകൾ അല്ലെ, അതൊക്കെ എവിടെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഓരോ പേഷ്യൻസും നമ്മൾ ലഭ്യമാക്കണം എന്നതിനെ പറ്റി നമുക്ക് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. അതായത് റിലീഫ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സർജിക്കൽ എക്യുപ്മെന്റ്സുകള്, എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ്, ബ്ലാങ്കറ്റ്സ് അറിയാലോ. ഇപ്പൊ ഫ്ലഡ് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിനടിയിലൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയവരാണെങ്കിൽ എന്താണ് ഓൾറെഡി അവര് കംപ്ലീറ്റ് നനഞ്ഞ് തണുത്തിരിക്കണായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണത്തിന് നമ്മൾ ബ്ലാങ്കറ്റ്സുകള്, ഷീറ്റ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ റിലീഫ് സപ്ലൈസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുരിതാശ്വാസ സാമഗ്രികളാണ്. അത് വേണ്ട വിധമാക്കത്തിൽ ലഭ്യമാക്കണം, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് പ്രത്യേകമായിട്ട് ട്രെയിനിങ് കോഴ്സ് അവിടെ പ്രിപ്പയർഡ് ആക്കും. ഓക്കെ, ഇതൊക്കെ എല്ലാം ഓരോരോ കാറ്റഗറീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ട ട്രീറ്റ്മെന്റ്സുകൾ, ട്രൈ ചെയ്യുന്നതിന്, പിന്നെ പരിക്കേറ്റവർക്ക് എന്താണ് ആവശ്യത്തിനുള്ള സംരക്ഷണം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട, ഇതേപോലെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ശരീരത്തിൽ വീണ ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിൽ സംരക്ഷണം കൊടുക്കണം എന്നുള്ള കാറ്റഗറീസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Then establishment of temporary water supplies. എന്താണിത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മൾ ജലവിതരണം സ്ഥാപിക്കണം അല്ലെ. ഒന്നോ രണ്ടോ പേഷ്യൻസ് എല്ലാം ഒരു സമയത്ത് വരുന്നത്, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് അല്ലെ. ഓവർഫ്ലോ നടക്കുന്ന സമയത്ത് ഇത്തരം പ്രത്യേകിച്ച് വാട്ടർ സപ്ലൈസസ് ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാഫുകൾ നമ്മൾ പ്രാപ്തരാക്കി അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കും. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മൾ ജലവിതരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് കേട്ടോ. Then allocation of responsibilities for different relief activities. Allocation of responsibilities for different relief activities. എന്താണ് അതിൽ പറയുന്നത്? വിവിധ ദുരിതാശ്വാസമായിട്ടുള്ള എല്ലാ ചുമതലകളും, അതായത് ഓരോരുത്തർക്കും എന്താ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് അലോക്ക് ചെയ്ത് കൊടുക്കും. മറ്റേ ഏരിയാസുമായി ബന്ധപ്പെട്ട് റിലീഫ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റാഫുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഓരോ റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ ഓരോ ചുമതലകളും അവർക്ക് വീതിച്ചു കൊടുക്കേണ്ട കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിലും അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പൊ നമ്മള് സ്റ്റാഫുകൾക്ക് അവരെ പ്രിപ്പയർഡ് ആക്കുന്നത് ഈ രീതിയിൽ വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനും അവർക്ക് വേണ്ട ആവശ്യകതകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ഓക്കെ, ഇനി പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ വരുന്നത് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഈ പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്ങിലാണ് നമ്മൾ എന്ത് രൂപീകരിക്കുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത് കേട്ടോ. ഡിസാസ്റ്ററിലെ ആരൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഹെഡ് സ്റ്റാഫുകളുടെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഏതൊക്കെ മെമ്പേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്ങില് പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെമ്പർ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഫ്രം ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡിൽ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ചീഫ് ഹെഡ്സ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഓരോ വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ചീഫ് ഹെഡ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്സുകൾ അല്ലെ, നമ്മുടെ മറ്റു റേഡിയോളജി അല്ലെങ്കിൽ മറ്റനുബന്ധ സർവീസുകളിൽ നിന്നുള്ള ഹെഡ്സ് ആൻഡ് ചീഫ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓർ മാട്രൺ, ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ടായിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും.
സ്റ്റോർസ് ആൻഡ് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകള്, ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥര്, പബ്ലിക് റിലേഷൻ ആൻഡ് ലൈസൺ ഓഫീസ്, പബ്ലിക് റിലേഷൻ ആൻഡ് ലൈസൺ ഓഫീസിലെ സ്റ്റാഫുകള്, പിന്നെ ആരാണ് ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രധാന കർത്തവ്യങ്ങളാണ് ആ സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യുന്നത്. Then സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ കിച്ചൺ ഓർ ലൈബ്രറി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, പ്രസന്റ് ആൻഡ് ഹോസ്പിറ്റൽ യൂണിയൻസ്. ഇത്രയും പേരാണ് ഇതിലുണ്ടായിരിക്കുക, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഓരോരുത്തരുടെ. നമ്മൾ ചോദിക്കാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലെ? ഇനി നമ്മൾ നോക്കുന്നത് ഇനീഷ്യേഷൻ ഓഫ് സെൻട്രൽ കമാൻഡ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. ഈ ICS എന്ന് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. എന്താണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്? is a standardized approach to command, control and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. എന്തായിരിക്കും ഒരു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്? അതൊക്കെ പേര് കണ്ടുതന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അല്ലെ. ICS എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം, എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. ICS സ്റ്റാൻഡ് ഫോർ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. സെൻട്രൽ കമാൻഡ് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ICS സ്റ്റാൻഡ് ഫോർ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. എന്താണ് ICS എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ICS നമ്മൾ തയ്യാറാക്കുന്നത്? കമാൻഡ് സിസ്റ്റം അല്ലെ. കമാൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ ഫേസില് ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്? ആ ഒരു ദുരന്തത്തിന് വേണ്ടിയുള്ള കമാൻഡ് കൊടുക്കുന്നതിനും അതിനെ നിയന്ത്രിക്കുന്നതിനും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ. ICS എന്ന് പറയുന്നത് എന്താണ്? അപ്പോ അടിയന്തരമായിട്ടുള്ള എല്ലാ പ്രതികരണങ്ങൾക്കും എമർജൻസി റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമാൻഡ് ഘടനയാണ് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ഒരു കോമൺ ഹയറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ഘടനയാണ്, ശ്രേണി രൂപത്തിലുള്ള ഒരു ഘടനയാണ് എന്ത് ICS എന്ന് പറയുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ എന്തൊക്കെ കമാൻഡ് കൊടുക്കണം, എങ്ങനെ അതിനെ നിയന്ത്രിക്കണം, എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അഥവാ ICS എന്ന് പറയുന്നത്. ഇത് ഒന്നിലധികം ഏജൻസികളുമായിട്ട് എന്താണ് സഹകരിച്ചു കൊണ്ടാണ് ഈ ICS കമാൻഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഹോസ്പിറ്റലിൽ നമുക്ക് എന്താണ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എമർജൻസി സിറ്റുവേഷൻസിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ അതിന് വേണ്ട കമാൻഡുകൾ കൊടുക്കണം, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനെങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, അതിനെങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു അപ്രോച്ചാണ് ഇത് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഒരു നോട്ട് തന്നാൽ എഴുതിയെടുത്തോളൂ കേട്ടോ. ഇത് പഠിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ആവശ്യമുള്ളവർ എഴുതിയെടുത്തോളൂ കേട്ടോ. The incident command system, a standardized management structure. Incident command system അല്ലെങ്കിൽ ICS എന്ന് പറയുന്നത് എന്താണ്? Standardized management structure used in hospitals. Used in hospitals to respond to emergency incidents and disasters. In hospitals to respond to emergency incidents and disasters. ആവശ്യമുള്ളവരെ എതിർക്കാന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി അതിലുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ICS is a standardized management structure. ICS is a standardized management structure.
ICS is a standardized management structure. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Used in hospitals, used in hospitals, used in hospitals to respond എപ്പോഴൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? to respond to emergency incidents and disasters. Emergency incidents and disasters. Emergency incidents and disasters. ഒന്നുകൂടി പറയാം. ICS is a standardized management structure used in hospitals to respond to emergency incidents and disasters. ഒന്ന് വായിച്ചു നോക്കി എഴുതിയത് മനസ്സിലായോ? ഒന്ന് നോക്കിയേ. മനസ്സിലായോ ഇപ്പൊ എന്താണ് ICS എന്ന് പറയുന്നത്? എമർജൻസി ഇൻസിഡൻസുകളോ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ് എന്താ ICS എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് അത്. ഓക്കെ, യെസ്. അതിന് താഴെ ഒരു സംഭവം കിടക്കുന്നത് നോക്കിയേ, HICS. അപ്പൊ എന്താണത്? HICS എന്തായിരിക്കും അപ്പൊ? ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ? HICS എന്താണ്? ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അറിയാത്തവർ എഴുതി വെച്ചോളൂ കേട്ടോ. HICS എന്തായിരിക്കും അപ്പൊ? അത് is an incident management system based on principles of the incident command system, which assist hospital and healthcare organization in improving their emergency management planning, response and recovery capabilities for unplanned and planned events. So, എന്താണ് HICS എന്ന് പറയുന്നത്? നമ്മുടെ ICS-ൽ അതേ പ്രിൻസിപ്പിൾസ് തന്നെയാണ് എന്തിലും ഫോളോ ചെയ്യുന്നത് നമ്മള് HIS-ലും അല്ലെ? അതേ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് തന്നെയാണ് നമ്മള് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലും ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസില് എമർജൻസി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് എമർജൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി തയ്യാറാക്കുന്നുണ്ട്. പ്ലാൻഡ് ആയിട്ടും അൺപ്ലാൻഡ് ആയിട്ടുള്ള എന്തുതരം ഇവന്റ്സുകൾ ഉണ്ടായാലും നമ്മൾ ഈ ഒരു അപ്രോച്ചസിന്റെ ആ സ്ട്രക്ചർ അതിന്റെ കമാൻഡ്സുകൾ അനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ ഇത് സ്വീകരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ HICS എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്? HICS എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഈസ് എ ഇൻസിഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു? സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ? ഹോസ്പിറ്റൽസിനും ഹെൽത്ത് ഓർഗനൈസേഷനും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് എന്ത്? HICS അഥവാ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എവിടുത്തെ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത്? എവിടുത്തെ പ്രിൻസിപ്പിൾസ് ആണ്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇവിടെ ബേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ICH-ഉം HICS-ഉം അറിയാത്തവരുണ്ട് ചോദിക്കട്ടോ. മനസ്സിലായില്ലെങ്കിൽ പറയാം. Okay. Yes. Hospital Incident Command System. അച്ഛനാണ്. H മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മൾ പഠിച്ചതാണ്. ICS-ന്റെ തൊട്ട് മുന്നേ വരുന്നതാണ് എന്താ? ഹോസ്പിറ്റൽ എന്ന എക്സ്പാൻഷൻ ചേർത്തതാണ് കേട്ടോ. ക്ലിയർ ആണോ രണ്ടും? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇൻസിഡന്റ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് കേട്ടോ. ICS-ലുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഇൻസിഡന്റ് കമാൻഡർ, ഹെഡ് പൊസിഷൻ ആണ് കേട്ടോ. ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്ന ആരാണ്? മാനേജ് all aspects of hospital participation in operating the disaster operation.
ആരാണ് ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത്? ഡിസാസ്റ്റർ ഫേസസിൽ കംപ്ലീറ്റ് ആയിട്ട് ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തിയാണ് ആര്? ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, കാണുന്നില്ലേ ടെക്സ്റ്റ് ബുക്ക്? PDF കാണുന്നില്ലേ? ഓക്കെ, ആരാണ് ഇൻസിഡന്റ് കമാൻഡർ? മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓപ്പറേറ്റ് ഡിസാസ്റ്റർ ഓപ്പറേഷൻ. ഡിസാസ്റ്റർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ആസ്പെക്ട്സുകളും മാനേജ് ചെയ്യുന്ന പ്രധാന ഹെഡ് പൊസിഷനുള്ള ആളാണ് ആര്? ഇൻസിഡന്റ് കമാൻഡർ. ഓക്കെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഓൾ ഡിസാസ്റ്റർ പ്ലാൻസ് അവിടെ നടക്കുന്നത്, ആ പ്ലാൻസുകൾ അവിടെ നടത്തപ്പെടുന്നത്. ഓക്കെ, അടുത്ത സ്റ്റാഫ് എന്ന് പറയുന്ന ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ, PRO അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസർ. സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫോർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി ഇവിടെ? ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ എല്ലാ ഇൻഫോർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെ, മെഡിക്കൽസ് ആണെങ്കിലും അതർവൈസ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഇൻഫോർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വിവരങ്ങളുടെ എല്ലാ സർക്കുലേഷൻ കൈകാര്യം ചെയ്യുന്നതാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആ ഒരു സിറ്റുവേഷൻസിൽ അതാണ് കേട്ടോ. Circulation of all the information, medical or otherwise. Okay. Yes. മനസ്സിലായോ അത്? Next is safety or security officer. Safety or security officer. Operating and alerting all the security staff within the hospital and deploying them. Operating and alerting all security staff within the hospital and deploying them. ഇവിടെ എന്താ പറയുന്നത്? ആശുപത്രിക്കുള്ളിൽ എല്ലാത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു ഓഫീസറാണ് ആരാ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ. ഇതിന് ആവശ്യമായ ഓരോ സ്റ്റാഫുകളെ നമ്മൾ നിയമിക്കുകയും, അതായത് ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ആവശ്യത്തിനധികം സ്റ്റാഫുകളെ നിയമിക്കുന്നതും ആര് തന്നെയായിരിക്കും? സെക്യൂരിറ്റി സ്റ്റാഫുകളെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കും നിലനിർത്തുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഹോൾ സെക്യൂരിറ്റി ഒരു ഡിസാസ്റ്റർ സമയത്ത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ? നെക്സ്റ്റ് ലൈസൺ ഓഫീസർ. ലൈസൺ ഓഫീസർ ആരായിരിക്കും? ലൈസൺ ഓഫീസർ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? Liaison officer. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? Collaborate with other agencies to the victim of MCI disaster, providing rescue and relief. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം? എന്ത് ഡ്യൂട്ടിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആണ്, അല്ലെ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പ്സുകൾ, ഇപ്പൊ പബ്ലിക് അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് കുറച്ചും കൂടി ലിങ്ക്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആര്? ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്. അതായത് മോർ ഓർഗനൈസേഷൻസ്, ഗ്രൂപ്പ്, മറ്റ് അതർ ഏജൻസീസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു ഓഫീസർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല എന്താണ്, എല്ലാ ഇൻഫോർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ആയിരിക്കും ഒരു ലൈസൺ ഓഫീസർക്ക് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ MCI മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസിൽ വിക്ടിം ആയിട്ടുള്ള എല്ലാ ദുരന്തത്തിൽ അതിലേറെയായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ലൈസൺ ഓഫീസർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായത്? അതായത് ദുരന്തത്തിന് ഇരയായ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്താ, അവരുടെ ആവശ്യങ്ങൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, രക്ഷാപ്രവർത്തനത്തിനും ആശ്വാസമൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ അവരുടെ കോർഡിനേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പബ്ലിക്കിനോട് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പബ്ലിക് റിലേഷൻസ് പോലെ തന്നെ കുറച്ചും കൂടി എന്താണ്, കമ്മ്യൂണിറ്റിയും മറ്റു ഓർഗനൈസേഷൻസുമായിട്ട് മാത്രമായിരിക്കും അദ്ദേഹത്തിന് ലിങ്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ലൈസൺ ഓഫീസർ ആരാണെന്ന്? ഓക്കെ, ശ്രീലക്ഷ്മി മാത്രമുള്ള ക്ലാസ്സില്? ഓക്കെ,
Then planning chief. Planning chief. Responsible for the manpower planning. എന്താണ് ഇവിടെ responsible for the manpower planning എന്ന് പറയുന്നത്? Manpower planning എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പഠിച്ചതാണല്ലോ. ആരെ അറേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകളും ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും ഏതൊക്കെ റിസോഴ്സസിന് അവൈലബിൾ ആക്കണം, ഏതൊക്കെ ഹ്യൂമൻ റിസോഴ്സസിന് അവൈലബിൾ ആക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് പ്ലാനിംഗ് ചീഫ് ആണ്. ഏത് ഘട്ടത്തില്? ഡിസാസ്റ്റർ ഘട്ടത്തിൽ കേട്ടോ. Then operation chiefs, complete in charge of all patient care activities. Operation chiefന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഇൻചാർജ്, പ്രത്യേകിച്ച് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസിലെ കംപ്ലീറ്റ് ഇൻചാർജ് നിർവഹിക്കുന്നത് ഓപ്പറേഷൻസ് ചീഫ് ആയിരിക്കും കേട്ടോ. യെസ്, കംപ്ലീറ്റ് ഇൻചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്. ലോജിസ്റ്റിക് ചീഫ്, അടുത്ത സ്റ്റാഫ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ചീഫ് ആണ്. ആരാണ് ലോജിസ്റ്റിക് ചീഫ് എന്ന് പറയുന്നത്? ഇൻചാർജ് ഓഫ് ഓൾ സപ്പോർട്ടഡ് സർവീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എല്ലാത്തരം സപ്പോർട്ടിംഗ് സർവീസസിന്റെയും ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? ലോജിസ്റ്റിക് ചീഫ് ആണ്. സപ്പോർട്ടിംഗ് സർവീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ സപ്പോർട്ടിംഗ് സർവീസസ്? ഏതൊക്കെയാണ് ഹോസ്പിറ്റലിലെ സപ്പോർട്ടിംഗ് സർവീസസ്? സപ്ലൈസസ്, ട്രാൻസ്പോർട്ടേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം ഉണ്ടല്ലേ. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, ആംബുലൻസ്, ഇതൊക്കെ സപ്പോർട്ടിംഗ് സർവീസസ് അല്ലേ? ഓക്കെ, ഇതിന്റെ എല്ലാം തന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തരം ഏരിയാസുമായിട്ടുള്ള കോർഡിനേഷൻസും അതിന്റെ കൈകാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ലോജിസ്റ്റിക് ചീഫ് ആയിരിക്കുള്ളൂ. അതിന്റെ എല്ലാത്തരം സർവീസുകളും ക്രമീകരിക്കുന്നത്. ഓക്കെ, ദെൻ ഫിനാൻസ് ഓഫീസർ, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? ഫിനാൻസ് ഓഫീസറുടെ is accountable for allocation of emergency funds and clear the way for emergency purchases. ഫിനാൻസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്താണ്? എമർജൻസി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക അല്ലെ. പ്രത്യേകിച്ച് എമർജൻസി പർച്ചേസസിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ തന്നെ ഫണ്ടുകൾ അനുവദിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഫിനാൻസ് ഓഫീസർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹു അലോക്കേറ്റ് ഓഫ്, ആരാണ് എമർജൻസി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്? ആരാണ്? ഫിനാൻസ് ഓഫീസർ ആണ് കേട്ടോ. ഇൻസിഡന്റ് സ്റ്റാഫ് ആരൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയാണ്. ഇൻസിഡന്റ് കമാൻഡർ ആണ് ഡിസാസ്റ്റർ പ്ലാനിന്റെ ഓപ്പറേഷൻസിന്റെ എല്ലാ കാര്യങ്ങളും ഓൾ ആസ്പെക്ട്സുകളും മാനേജ് ചെയ്യുന്നത്. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് എല്ലാ ഇൻഫോർമേഷൻസും, മെഡിക്കൽ ആണെങ്കിലും മറ്റുള്ള ഇൻഫോർമേഷൻസ് എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ആണ് ഹോസ്പിറ്റലിലെ സേഫ്റ്റി സംബന്ധമായിട്ടുള്ള എല്ലാത്തരം നിയമങ്ങളും അല്ലെങ്കിൽ നിയമനങ്ങളും ഓരോ സേഫ്റ്റി ഉദ്യോഗസ്ഥരെയൊക്കെ ഓരോ പ്ലേസിൽ നിയമിക്കുന്നതും അദ്ദേഹമായിരിക്കും. ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത് ദുരന്തത്തിൽ അപകടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നതും ആരാണ്? പ്രത്യേകിച്ച് പബ്ലിക് അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനും മറ്റു ഏജൻസികളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ലൈസൺ ഓഫീസേഴ്സാണ്. ഓക്കെ, നമ്മള് ഈ ലൈസൺ ഓഫീസറിന്റെ ഇടപെടൽ മൂലമാണ് നമ്മള് ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കുറെ ഫണ്ടുകളൊക്കെ നമുക്ക് വരാറില്ലേ? കുറെ സ്പോൺസേഴ്സ് ഒക്കെ വരുന്ന കണ്ടിട്ടില്ല ചില സമയങ്ങളിൽ നമ്മൾ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ചാരിറ്റികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഈ ലൈസൺ ഓഫീസറായിരുന്നു. ഓക്കെ, യെസ്. പ്ലാനിംഗ് ചീഫിന്റെ ഡ്യൂട്ടി എന്താണ്? മാൻ പവർ പ്ലാന് റെസ്പോൺസിബിൾ ആയിരിക്കും അദ്ദേഹം അല്ലെ. ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിംഗ് ആണ് പ്ലാനിംഗ് ചീഫ് കൈകാര്യം ചെയ്യുന്നത്. ഓപ്പറേഷൻസ് ചീഫിന്റെ ഡ്യൂട്ടി എന്താണ്? പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസിന്റെ ഇൻചാർജ് ആണ് ഓപ്പറേഷൻ ചീഫ് കൈകാര്യം ചെയ്യുന്നത്. ലോജിസ്റ്റിക് ചീഫ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ എല്ലാ സപ്പോർട്ടിംഗ് സർവീസസിന്റെയും ഇൻചാർജ് വഹിക്കുന്നു. ഫിനാൻസ് ഓഫീസർ ആണ് എമർജൻസി ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. എമർജൻസി പർച്ചേസിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതും ആരാണ്? ഫിനാൻസ് ഓഫീസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോ ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടിയും അവരുടെ പേരുകളും പഠിക്കണം കേട്ടോ. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മള് ഈ ഒരു ഭാഗം കൂടി നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് അതായത് ഈ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഓരോ
സ്റ്റാഫുകൾക്ക് അവരുടേതായിട്ടുള്ള ജോബ് കാർഡ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട് ICS. അതായത് എന്താണ് ഈച്ച് ആൻഡ് എവറി പൊസിഷൻ എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ ചാർട്ട്, അതായത് ഈ ജോബ് കാർഡ്സിൽ അവർ എന്താണ് ചെയ്യുന്നത്, അവരുടെ പൊസിഷനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അവരുടെ പൊസിഷൻ എന്താണ്, ICSലുള്ള ആ കമാൻഡ്സുകൾ അനുസരിച്ചിട്ട് ആളുടെ ഏത് പൊസിഷനാണ് കൈകാര്യം ചെയ്യുന്നതിന്റെ വ്യക്തമായ രീതിയിൽ അത് ഓർഗനൈസേഷൻ ചാർട്ടില് ഓരോ പൊസിഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ comprehensive stored safely in disaster manual and color coded and laminated. ഈ ജോബ് കാർഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കോംപ്രഹെൻസീവ് ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസാസ്റ്റർ മാനുവല് കംപ്ലീറ്റ് ആയിട്ട് അതിലെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കളർ കോഡഡ് ആയിരിക്കും, അതായത് ഓരോ ജോബ് കാർഡ്സിനും ഓരോ കളേഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ലാമിനേറ്റ് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ലാമിനേറ്റ് ചെയ്ത ഒരു കോപ്പീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് ഈസി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാന്ന് പറയുന്നത്. Then, in all areas related with emergency management plan. പിന്നെ എന്താണ് in all areas related with emergency management plan എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഏരിയാസിലും നമ്മൾ ഈ എമർജൻസി മാനേജ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് അതെല്ലാം ഈ ജോബ് കാർഡ്സുകൾ എല്ലാ ഏരിയാസിലും ഓരോ സ്റ്റാഫുകൾക്ക് നമ്മളത് വിതരണം ചെയ്തിട്ടുണ്ടായിരിക്കും. Then checklist of instruction for the key individuals. Checklist of instruction for the key individuals. ആരാണ് key individuals എന്ന് പറയുന്നത്? പ്രധാന വ്യക്തികൾ ഉണ്ടായിരിക്കും അല്ലെ. സാധാരണ സ്റ്റാഫുകളെക്കാൾ കൂടുതൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കും വേറെ രീതിയിലുള്ള പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആയിരിക്കും അതിൽ കൊടുക്കുന്നത്. അതായത് കീ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന വ്യക്തികളാണ് അല്ലെ. ഇത് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ അതോറിറ്റീസിൽ വരുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഇൻസ്ട്രക്ഷൻസുകൾ വേറെ ആയിരിക്കും, പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രത്യേകമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഓരോ പൊസിഷൻ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മുടെ ജോബ് കാർഡ്സുകൾ വിതരണം ചെയ്യപ്പെടുന്നത്. പിന്നെ ഇൻഫർമേഷൻ നീഡ് ഫോർ ദി ഇൻഡിവിജ്വൽ. ഓരോ പ്രത്യേകമായിട്ട് എന്താണ് വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും എന്തിലുണ്ടായിരിക്കും ആ ജോബ് കാർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓരോ വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ജോബ് കാർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. Then color coded for different categories of staff. കറിയ ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉള്ളത് തന്നെ കൊണ്ട് തന്നെ ഓരോ സ്റ്റാഫുകളും ഡിഫറെന്റ് കാറ്റഗറീസിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എങ്ങനെയായിരിക്കും കളർ കോഡഡ് ആയിട്ടുള്ള ടാഗ്സ് ആൻഡ് ജോബ് കാർഡ്സുകളായിരിക്കും അവിടെ നമ്മൾ വിതരണം ചെയ്യുന്നത് കേട്ടോ. ഈ രീതിയിലാണ് ജോബ് കാർഡ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് അതില് ഓരോരുത്തരുടെ ഇവര് പൊസിഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് ഇതിൽ ലാമിനേറ്റ് ചെയ്തതായിരിക്കും ഈ ജോബ് കാർഡ്സിൽ എന്ന് പറയുന്നത്. പിന്നെ എമർജൻസി പ്ലാൻസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ഏരിയാസിലും എന്തായിരിക്കും ഈ ജോബ് കാർഡ്സുകൾ ഉണ്ടായിരിക്കും. കീ ഇൻഡിവിജ്വൽസിന് മാത്രം എന്താണ് കുറച്ചും കൂടി ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് മറ്റൊരു രീതിയിലായിരിക്കുള്ളൂ. അതായത് അവർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള രീതിയിലായിരിക്കുള്ളൂ എന്തുണ്ടായിരിക്കുക ജോബ് കാർഡ്സുകൾ ഉണ്ടായിരിക്കുക. പിന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും വേണ്ട എല്ലാ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓരോ ഡിഫറെന്റ് കാറ്റഗറി സ്റ്റാഫുകൾക്ക് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോഡിലായിരിക്കുള്ള ജോബ് കാർഡ്സുകൾ വിതരണം ചെയ്യും. ഓക്കെ, യെസ്, മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് ഈ മൊത്തം കൂടിയല്ലേ ക്ലാസ് ഉണ്ടാവുള്ളൂ? ജനുവരിയിലേക്കാണോ നിങ്ങളുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എക്സാമുമായി ബന്ധപ്പെട്ട? പറഞ്ഞില്ല, ചോദിച്ചെന്നുള്ളൂ കേട്ടോ. 18 സ്റ്റുഡൻസിന്റെ എക്സാം ആണ്, നിങ്ങൾ പുറകെ ഉണ്ടാവും. പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ്. ഇനി ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഈ എമർജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും പ്രധാനമായിട്ടും? ഒന്ന് കമാൻഡ് സെന്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസാസ്റ്റർ മാനുവലിലെ പ്ലാനിങ്സുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഏരിയകളിലാണ് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്നത് എന്താണ്? കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, പേജിംഗ്, ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച്, സെക്യൂരിറ്റി ഓഫീസ്, പോലീസ് ടിക്കറ്റ്, റിസപ്ഷൻ ഏരിയ, ട്രയേജ് ഏരിയ,
decontamination area, minor treatment areas, acute treatment areas, definite care areas, intensive treatment area, mortuary, holding area for relatives, area for holding media briefings, area for keeping patients in case of part of the hospital is evacuated. അപ്പോൾ ഇത്തരം ഏരിയാസ് എത്ര ഏരിയ ഉണ്ട്? 13 ഏരിയാസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട 13 ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിസാസ്റ്റർ ഫേസിൽ ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കുള്ളൂ അവര് ആ ഒരു സമയത്ത് ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് അവര് അവിടെ ആരംഭിക്കുന്നത്. അതായത് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രിപ്പറേഷൻ ആണ്, അവിടെ പ്രിപ്പയർഡ് ആവണം അല്ലെ. ഡിസാസ്റ്ററിന് തൊട്ട് മുമ്പ് ഈ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അവര് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഓരോ ആക്ടിവേഷൻ കാർഡ്സുകൾ അല്ലെങ്കിൽ ജോബ് കാർഡ്സുകളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം കേട്ടോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഓക്കെ, thank you. Have a nice day. നിങ്ങൾ ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഫങ്ഷൻസ് കാണാതെ പഠിക്കണം കേട്ടോ. HIS ഉം ICS ഉം ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, ശരി.